ഹലോ ഗൈസ്, ആസ്റ്റോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പരീക്ഷണമാണ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, മുടിയൊക്കെ കെട്ടി വെച്ചിട്ടില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൺലൈനിൽ നിന്ന് നമ്മുടെ സ്ട്രീക്സിൻ്റെ ഹെയർ കളർ ചെയ്യുന്ന ഒരു സംഭവം മേടിച്ചിട്ടുണ്ട്. അത് വീട്ടിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും? നമ്മൾ സാധാരണ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടാണ് ഞാൻ എപ്പോഴും ഹെയർ കളർ ഇപ്പം റീസെൻ്റ്ലി ഒരു 2-3 മന്ത്സ് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഹെയർ കളർ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് അത് ചെയ്താൽ എങ്ങനെ അത് എഫക്റ്റീവ് ആവും എന്നാണ് ഇപ്പം നോക്കുന്നത്. ഞാൻ ബ്ലീച്ച് ചെയ്യുന്നില്ല. സാധാരണ എനിക്ക് ബ്ലീച്ച് ചെയ്യുന്ന ഇഷ്ടമല്ല. ഞാൻ ഒറ്റ പ്രാവശ്യം ബ്ലീച്ച് ചെയ്തിട്ടുള്ളൂ. ബ്ലീച്ച് ചെയ്തിട്ട് എൻ്റെ ഹെയർ ഡാമേജ് ആയ ശേഷം ഞാൻ ബ്ലീച്ച് ചെയ്യാറില്ല. സോ ഇപ്പോൾ വന്ന പാക്കിൽ നമുക്ക് ബ്ലീച്ചിൻ്റെ സാധനങ്ങളുണ്ട്, പക്ഷെ ഞാൻ ബ്ലീച്ച് യൂസ് ചെയ്യുന്നില്ല. അല്ലാതെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഹെയർ കളർ ചെയ്ത് നോക്കാൻ പോവാണ്. സക്സസ് ആവോ, ഫെയിൽ ആവോ, ഹെയർ ഡാമേജ് ആവോ ഒന്നും അറിയാൻ പാടില്ല. ഇൻ കേസ് ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള കളർ സ്വന്തമായിട്ട് മേടിച്ച് എൻ്റെ ഹെയറിൽ അടിക്കാമല്ലോ. നല്ല സ്കാർലറ്റ് റെഡ് എന്ന് പറഞ്ഞിട്ടൊരു കളറാണ് മേടിച്ചത്. അപ്പോൾ അതിൽ മിക്സ് ചെയ്യേണ്ട സാധനങ്ങളും ബ്രഷും ബൗൾ അതിൻ്റെ കൂടെ ഉണ്ടാവില്ല, പക്ഷേ ബ്രഷും ബാക്കി സാധനങ്ങളും ഫുൾ അതിനകത്ത് തന്നെ ഉണ്ടാവും. പിന്നെ അതിൽ തന്നെ സ്റ്റെപ്സൊക്കെ എഴുതിയിട്ടുണ്ടാവും, എങ്ങനെ യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം എന്നൊക്കെ. സോ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലുമിനിയം ഫോയിൽ ഉൾപ്പെടെ ആ പാക്കേജിനകത്ത് വരും. ഞാൻ മേടിച്ചപ്പോൾ ഒരു 200 സംതിങ് ആണ് ആയിട്ടുള്ളൂ. സോ ഇത് എഫക്റ്റീവ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ബിക്കോസ് നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അവർ ഒരു സ്ട്രീക്കിന്, അതായത് ഒരു കുറച്ച് മുടി അടിക്കുന്നതിന് 250, 300, 500 ഒക്കെ മേടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. സോ ഇത് എഫക്റ്റീവ് ആണോ ഇല്ലയോ എന്ന് നോക്കാം. ഗൈസ്, അങ്ങനെ ഫുള്ള് തേച്ച് വെച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്താൽ അവർ പഠിക്കുന്നത് ഒരു 10 സ്ട്രീക്കൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ അതിൽ കൂടുതലുണ്ട്, ബാക്കിലൊക്കെ ഉണ്ട്. ആക്ച്വലി ഫ്രണ്ടിലും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം കളർ റിസൾട്ട് ഉണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ബ്ലീച്ച് ചെയ്തിട്ടില്ല. നോർമലി ബ്ലീച്ച് ചെയ്യാതെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കളർ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇതിൽ എത്ര കളർ വരും, എത്ര റിസൾട്ട് വരും എന്നൊന്നും അറിയാൻ പാടില്ല. ലെറ്റ്സ് ഇനി വാഷ് ചെയ്യണം. ഒരു അരമണിക്കൂർ, ഏകദേശം ഒരു 3/4 മണിക്കൂറായി ഞാൻ വെച്ചിട്ട്. സോ എത്ര സമയം എടുക്കും ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ റിസൾട്ട് ഉണ്ടാവുമെന്ന് നോക്കാം. ഗൈസ് ലുക്ക്, കളറായിട്ടുണ്ട്. ഹെയർ ഉണങ്ങി വരുന്നതേ ഉള്ളൂ. ആക്ച്വലി ബാക്ക് സൈഡിലാണ് ഒരുപാട് കളറായിരിക്കുന്നത്. ഫ്രണ്ടിൽ കുറച്ചായിട്ടുള്ളൂ. ഫ്രണ്ടിൽ കുറച്ച് സമയം വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്തത്, പക്ഷെ കളറായിട്ടുണ്ട്. ഗുഡ് റിസൾട്ട്. ഇത് കുറച്ചുകൂടി സമയം വെക്കണമായിരുന്നു. പിന്നെ സെറം യൂസ് ചെയ്തിട്ടില്ല ഞാൻ. ഹെയർ പിന്നെ ഡ്രയറൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കളറായി വരാൻ സമയം എടുക്കും. ബട്ട് ഇറ്റ്സ് ഗുഡ് റിസൾട്ട്. നമ്മളിപ്പോൾ 280 റുപ്പീസ് എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ ഒരു പാക്കറ്റ് മേടിക്കാൻ വേണ്ടി. നമ്മൾ പുറത്ത് പോയി ചെയ്യുമ്പോൾ ഒരു സ്ട്രീക്കിന് ഇത്ര ഹെയർ അടിക്കാൻ വേണ്ടിയിട്ട് അവർ മേടിക്കുന്നത് 250 റുപ്പീസ് അല്ലെങ്കിൽ 500 ഒക്കെയാണ് മേടിക്കുന്നത്, ഇത്ര ഹെയർ അടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ ഒരുപാട്, ഏകദേശം 15 സ്ട്രീക്ക് എങ്ങാണ്ടും അടിച്ചു. ഇനിയും പകുതി ഇരിപ്പുണ്ട്. ഇനിയും പകുതി ബാലൻസ് ഉണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി അടിക്കാനുള്ളത് ബാലൻസ് ഇരിപ്പുണ്ട്. സോ ഗുഡ് സജഷൻ. എനിക്ക് നല്ല ഗുഡ് റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, നല്ല കളർ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത കളറിൻ്റെ ഇത് വെച്ചിട്ട് ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനത് പാക്കറ്റ് കാണിച്ചു തരാം. ഇത്രയും വലിയ പാക്കറ്റാണ് ഉണ്ടോ. ഈ പാക്കറ്റിനകത്ത് സ്ട്രീക്സിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്തത്. സ്കാർലറ്റ് റെഡ് എന്ന് പറഞ്ഞിട്ട് റെഡാണ് യൂസ് ചെയ്തത്. പല കളേഴ്സ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതുപോലെ ബർഗണ്ടി ഉണ്ട്. അതുപോലെ നമ്മൾ പോയിട്ട് ബ്യൂട്ടി പാർലർ അടിക്കുന്ന എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഞാൻ മേടിച്ചപ്പോൾ 280 റുപ്പീസ് ആയിരുന്നു. പല റേറ്റിൽ വരുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകാൻ മടിയുള്ളവരും അത്യാവശ്യം ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓരോരോ പ്രോഗ്രാംസ് വരുമ്പോഴും എല്ലാ പ്രാവശ്യവും പോയിട്ട് അടിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു 2 വീക്സ് 3 വീക്സ് കളർ ഇപ്പോൾ എത്ര പേയ്മെൻറ്റ് കൊടുത്ത് അടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ബ്ലീച്ച് ചെയ്യുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഒരു പ്രാവശ്യം തന്നെ ഗ്രീന് ചെയ്യുന്ന സമയത്ത് ഞാൻ ബ്ലീച്ച് ചെയ്തിട്ട് എൻ്റെ ഹെയർ ഫുള്ള് ഡാമേജ് ആയിപ്പോയി. ഗ്രീൻ കളർ ഒരു മാക്സിമം ഒരു 2 വീക്സിൽ നമ്മളിപ്പോൾ നമ്മൾ കുളിക്കുകയല്ലേ, അപ്പോൾ ആ ഷാമ്പു തേക്കുമ്പോഴും കുളിക്കുമ്പോഴും ആ കളറൊക്കെ പോയിട്ട് ഫുള്ള് വൈറ്റ് പോലെ ഭയങ്കര വൃത്തികേടായിരുന്നു. പിന്നെ ആ ഹെയർ വളർന്ന് അത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തു. അതെനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നി. സോ ഞാൻ അതിനുശേഷം ബ്ലീച്ച് ചെയ്യാറില്ല. കളർ ഇച്ചിരി കുറച്ച്, ഇപ്പം ഇത് ബ്ലീച്ച് ചെയ്തിരുന്നെങ്കിൽ നല്ല റെഡ് കളറായിട്ട് കാണുമായിരുന്നു. ബ്ലീച്ച് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കളറ്. ബട്ട് ഇറ്റ്സ് ഗുഡ് റിസൾട്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ട്രൈ ചെയ്യുക. എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് ഓക്കെയാണ്. അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ. ഓക്കെ, ബൈ. ഇനി അടുത്തെന്തെങ്കിലും പരീക്ഷണങ്ങളുമായിട്ട് അല്ലെങ്കിൽ അടുത്തെന്തെങ്കിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.